ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് സദ്യയിലേക്കുള്ള മസാലക്കറിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. മസാലക്കറി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ഗ്രീൻ പീസ് 7 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് പകുതിയായി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 3 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് അടുപ്പത്ത് വെക്കാം. 4 വിസിലാണ് കൊടുക്കേണ്ടത്. ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് 4 സവാള നീളത്തിലരിഞ്ഞതും 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കൂടുതൽ ബ്രൗൺ കളർ ആവുന്നവരൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ആയി വന്നാലാണ് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അതിൻ്റെ കൂടെ 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് ചിക്കൻ മസാല, ഇവയെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നല്ലപോലെ ചൂടായി വരണം. അതിനുശേഷമാണ് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പൊടികളൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. എയർ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാനിൽ വെച്ചിട്ടുണ്ടെന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങ് കൂടുതൽ വെന്തുടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പീസായിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലക്കറിയാണ്. നമുക്ക് ലൂസോടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സദ്യയിലേക്കുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.